നിതിൻ, വളരെയധികം പ്രതീക്ഷയോടെ ആത്മവിശ്വാസത്തോടെ ആയിരുന്നു എൽദോസ് കുന്നപ്പള്ളിയുടെ പ്രതികരണങ്ങൾ ഉണ്ടായത്. നേതൃത്വത്തിൽ വിശ്വാസമുണ്ട്, തനിക്കൊരു അവസരം കൂടി നൽകും എന്നുള്ള ഒരു പ്രതികരണമാണ് എൽദോസ് കുന്നപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് അവസാന നിമിഷവും നമ്മൾ കണ്ടത്. പക്ഷേ നീതിയുടെ കിരീടത്തിനായി കാത്തിരിക്കുന്നു എന്നുള്ള പ്രതികരണം കൂടി വന്നു. അപ്പോൾ മനോജ് മൂത്തേറിന് മുഖം കൊടുക്കാതെ ആണ് എൽദോസ് കുന്നപ്പള്ളിയുടെ മറുപടി. സീറ്റ് നിഷേധിക്കപ്പെട്ടതിലെ കടുത്ത അമർഷം പരസ്യമാക്കി മനോജ് മൂത്തേടൻ വീട്ടിലെത്തുമെന്ന് അറിയിച്ചതിന് തൊട്ടു പിന്നാലെ എൽദോസ് പുറത്തേക്ക് പോവുകയായിരുന്നു. അനന്യ നീക്കവുമായി എത്തിയ സ്ഥാനാർത്ഥിയെ കാണാൻ നിൽക്കാതെ എൽദോസ് മടങ്ങിയത് മണ്ഡലത്തിലെ കോൺഗ്രസ് ക്യാമ്പുകളെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. താൻ നേരിട്ട നീതികേടിന് മുന്നിൽ വിട്ടുവീഴ്ചയില്ലെന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ എൽദോസ് നൽകുന്നത്. നിതിൻ സേവറുണ്ട് വിശദാംശങ്ങളുമായി. നിതിൻ, അല്പസമയം മുൻപ് നമ്മൾ എൽദോസ് കുന്നപ്പള്ളിക്കായുള്ള പ്രകടനം വരെ കണ്ടു. പെരുമ്പാവൂരിനെ എൽദോസ് മതി എന്നുള്ള വലിയ ബാനർ പിടിച്ചുള്ള പ്രതികരണം അടക്കം നമ്മൾ കണ്ടതാണ്. പക്ഷേ പെരുമ്പാവൂരിലെത്തുമ്പോൾ എൽദോസിന് നിരാശയാണ്. കൂടിയാലോചനകൾക്ക് ശേഷം തുടർ തീരുമാനം പറയാമെന്നാണ് പറഞ്ഞത്. പ്രകടനവുമായി പിന്തുണയുമായി നേതാക്കൾ എത്തിയിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? രാവിലെ എയർപോർട്ടിലെത്തിയപ്പോഴും അതിനുശേഷം വൈകിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഒക്കെ വലിയ പ്രതീക്ഷയായിരുന്നു എൽദോസ് കുന്നപ്പള്ളിക്കുണ്ടായിരുന്നത്. തനിക്ക് തന്നെ സീറ്റ് ലഭിക്കുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ പ്രതീക്ഷ അദ്ദേഹം പങ്കുവെച്ചു. അവസാനമായപ്പോൾ പാർട്ടിയോട് താൻ അപേക്ഷിക്കുകയാണ്, സീറ്റ് ലഭിക്കണം, തനിക്ക് സീറ്റ് നൽകണം, സീറ്റ് നൽകിയാൽ വലിയ തോതിൽ വിജയിക്കാനും വലിയ ഭൂരിപക്ഷം നേടാനാവുമെന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പ്രഖ്യാപനം വരുമ്പോൾ അദ്ദേഹത്തിന് സീറ്റില്ല. നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മനോജ് മൂത്തേടനാണ് ആ സീറ്റ് ലഭിക്കുന്നത്. മനോജ് മൂത്തേടന് സീറ്റ് ലഭിക്കുന്നു എന്ന് അറിഞ്ഞ ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. നാളെ ഇതിലൊരു തീരുമാനം, ഈ തുടർ കാര്യങ്ങളിൽ ഒരു തീരുമാനം നാളെ എന്ത് തീരുമാനമെടുക്കുമെന്ന് നാളെ അറിയിക്കാമെന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് മനോജ് മൂത്തേടൻ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്ന കാര്യം അറിഞ്ഞത്. മനോജ് മൂത്തേടൻ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്ന കാര്യം അറിഞ്ഞതോടുകൂടി തന്നെ ഇവിടെ നിരവധി നേതാക്കളുണ്ടായിരുന്നു. പ്രാദേശിക നേതാക്കളും പ്രവർത്തകരടക്കം നിരവധി പേർ ഈ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം തന്നെ ഇവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. മനോജ് മൂത്തേടൻ എത്തിയതോടെ ഇവിടെ അവസാനമുണ്ടായിരുന്ന സ്റ്റാഫിൽ ഒരാളും ഈ വീട് പൂട്ടി ഇവിടെ നിന്നും പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. 2-3 പേർ അപ്പോൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ചില പ്രവർത്തകർ ചിലർ അവശേഷിക്കുന്നുണ്ട്. അവരായിരുന്നു ഇത്തരത്തിൽ മനോജ് മൂത്തേടനെതിരായി അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് അനുകൂലമായി ചില മുദ്രാവാക്യങ്ങൾ ഈ വീട്ടിൽ വിളിച്ചത്. വലിയ പ്രതീക്ഷ, തനിക്ക് ഒരു നീതികേട് സംഭവിച്ചിട്ടുണ്ട്, പാർട്ടി തന്നോട് നീതികേട് കാണിച്ചു എന്ന് തന്നെയാണ് എൽദോസ് കുന്നപ്പള്ളി പറയുന്നത്. പക്ഷേ താൻ പാർട്ടിയോട് കാണിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഇരട്ട നീതി ഉണ്ടായി എന്ന വിമർശനം എൽദോസ് കുന്നപ്പള്ളി ഉയർത്തുകയാണ്. തന്നെ പോലെ സമാനമായ ആരോപണങ്ങൾ ഉയർന്നവർക്ക് സീറ്റ് ലഭിക്കുന്ന നിലയുണ്ടായി. ഇപ്പോൾ കടുത്ത അമർഷത്തിലാണ് എന്ന് വ്യക്തം. മുഖം കൊടുക്കാതെ പോകുന്ന നിലയിലേക്കൊക്കെ അതൃപ്തി പരസ്യമാക്കുന്നുണ്ട് മനോജ് മൂത്തേടന്. ഇനി തുടർന്ന് എന്ത് തരത്തിലുള്ള നീക്കം എൽദോസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നത് ശ്രദ്ധേയമാണ്. നേരത്തെ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യതയൊക്കെ തേടുന്നു എന്ന തരത്തിലൊക്കെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ നിതി? അദ്ദേഹം നാളെ പ്രവർത്തകരും നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷം ഇതിലൊരു തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞത്. തനിക്കൊരു നീതികേടിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇരട്ട നീതി ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എം വിൻസെന്റിന് സീറ്റ് നൽകിയിട്ടുണ്ട്, പി.കെ. ശശിക്ക് സീറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ തനിക്കെതിരായ കേസിന്റെ ഹിയറിംഗ് മാത്രമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിലും തനിക്ക് മാത്രം സീറ്റ് നൽകില്ല. സിറ്റിംഗ് MLA-മാരിൽ പാർട്ടിയിലുള്ളവരിൽ തനിക്ക് മാത്രം സീറ്റ് നൽകിയില്ല എന്ന അദ്ദേഹത്തിന് ഒരു വേദനയുണ്ട്. ആ വേദനയുടെ പുറത്താണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. ഏതായാലും മനോജ് മൂത്തേടൻ ഇവിടെയുണ്ട്. താങ്കൾ ഇങ്ങോട്ടേക്ക് കാണാൻ എത്തിയപ്പോൾ എൽദോസ് ഇവിടെ നിന്നും പോയി, താങ്കൾ എത്തുന്നതിന് മുമ്പേ പോയി. അപ്പോൾ എൽദോസിന്റെ ഭാഗത്ത് തനിക്ക് താങ്കൾക്ക് അനുകൂലമായൊരു പ്രതികരണം ഉണ്ടാവും, അല്ലെങ്കിൽ കൂടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. കാരണം എൽദോസ് തന്നെ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു. ആര് സ്ഥാനാർത്ഥിയായാലും പരിപൂർണമായി പിന്തുണ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പാർട്ടി വിരുദ്ധമായ നിലപാടൊന്നും സ്വീകരിക്കുന്നവരാണ്. തുടർ തീരുമാനങ്ങൾ നാളെ പ്രവർത്തനവുമായി കൂടിയാലോചിച്ച ശേഷം, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് കണ്ടിരുന്നു വലിയ തോതിലുള്ളൊരു ശക്തി പ്രകടനം. വൈകിട്ട് പെരുമ്പാവൂർ ടൗണിൽ വലിയ തോതിലുള്ള ശക്തി പ്രകടനം നടത്തി. അദ്ദേഹത്തിന് അനുകൂലിച്ചുകൊണ്ട് AICCക്ക് 7 പഞ്ചായത്ത് പ്രസിഡന്റുമാരും മുനിസിപ്പൽ ചെയർപേഴ്സണും ഒക്കെ കത്തയക്കുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു പിന്തുണ ലഭിക്കുമെന്ന് കരുതുന്നുണ്ട്. പിന്നെ ഉറപ്പായും അവരെല്ലാം UDF-ന്റെയും കോൺഗ്രസിൻ്റെയും ഭാഗമായിട്ടുള്ള ആളുകളാണ്. അവരെല്ലാവരുമായി നല്ല ബന്ധമുള്ള ആളുകളാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു പ്രയാസം, സ്വാഭാവികമായിട്ടും നിലവിലുള്ള MLA-ക്ക് സീറ്റ് ഇല്ലാതാകുന്നുവെന്ന് വാർത്ത വന്നപ്പോൾ സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളൊരു സ്വാഭാവികമായ അവരുടെ ഒരു എന്താ പറയുക, ഒരു MLA-ക്ക് അഭ്യർത്ഥിച്ചുള്ളൊരു പ്രവർത്തനമല്ലാതെ പ്രതിഷേധമൊന്നായി കാണാൻ കഴിയില്ല. അവർ അഖിലേന്ത്യാ AICC-ക്കെതിരെയോ അല്ലെങ്കിൽ KPC-ക്കെതിരെയോ അല്ലെങ്കിൽ നേതാക്കന്മാർക്കെതിരെയോ ഒന്നുമല്ല അവർ പ്രതിഷേധമൊന്നും ഉണ്ടായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പോൾ അവരുടെ ഭാഗത്തൊക്കെ പരിപൂർണ്ണമില്ല. ഞാൻ അവരിൽ പലരും എന്നെ വിളിച്ചിരുന്നു. ഞങ്ങൾ ഔദ്യോഗികമായ സ്ഥാനാർത്ഥിയെ ആരെ പ്രഖ്യാപിച്ചാലും പ്രഖ്യാപനത്തിന് ശേഷം ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഉണ്ടാകുമെന്ന് തന്നെ അതിൽ ബഹുഭൂരിപക്ഷം ആളുകൾ എന്നെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാം ഈ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ
എൻ്റെയും UDF-ന്റെ വിജയത്തിന് വേണ്ടി ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മനോജ് മൂത്തേടൻ ഫുൾ കോൺഫിഡന്റ് ആണ്. എൽദോസ് കുന്നപ്പള്ളി ഒപ്പം നിൽക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കുന്നത്. സഭയുടെ ഇടപെടലുകളൊന്നും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് മനോജ് മൂത്തേടൻ പറയുന്നത്. എൽദോസിന് 2 ദിവസം മുൻപും വിളിച്ചിരുന്നു. തനിക്കൊപ്പമുണ്ട്, ആർക്ക് സീറ്റ് ലഭിച്ചാലും ഒപ്പം ഉണ്ടാകുമെന്ന് പരസ്പരം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ എൽദോസ് കുന്നപ്പള്ളിയും വളരെ അടുത്ത സൗഹൃദമാണ്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് എൽദോസ് പോകില്ല എന്ന് താൻ ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും മനോജ് മൂത്തേടൻ പറയുന്നുണ്ട്. പക്ഷേ നാളെ ഈ സഹപ്രവർത്തകരുമായും തന്നെ പിന്തുണയ്ക്കുന്നവരുമായും കൂടി ആലോചിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ എൽദോസ് കുന്നപ്പള്ളി ഒരു തീരുമാനമെടുക്കുക. ശരി, നിതിൻ സേവ്യർ വിശദാംശങ്ങൾ പങ്കുവെക്കുക.